ഹായ്. ടിവി സീരീസ് കാണുന്ന ഒരു മുഴുവൻ തലമുറയ്ക്കും ഒരു പ്രത്യേക വാക്ക് ഭയപ്പെടുത്തുന്നതും കൃത്യമായ സയൻസും വലിയ ക്രിമിനൽ ബുദ്ധിയുമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആ വാക്കാണ് റൈസിൻ. നിങ്ങൾക്ക് ബ്രേക്കിംഗ് ബാഡ് എന്ന സൂപ്പർ ഹിറ്റ് ക്രൈം ഡ്രാമ സീരീസ് അറിയാമെങ്കിൽ നമ്മൾ എന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇതിനകം തന്നെ കൃത്യമായി മനസ്സിലായി കാണും. പല സീസണുകളിലായി ഈ ഷോയിലെ ബുദ്ധിമാനായ നായകൻ വാൾട്ടർ വൈറ്റ് തന്റെ ഏറ്റവും വലിയ ശത്രുക്കളെ ഇല്ലാതാക്കാൻ കണ്ണിൽ കാണാൻ കഴിയാത്തതും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തതുമായ ഈ വിഷം ഉണ്ടാക്കാനും ഉപയോഗിക്കാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. റൈസിനെ ഏറ്റവും വലിയ ബയോളജിക്കൽ ആയുധമായിട്ടാണ് ഈ ഷോ കാണിക്കുന്നത്. ചെറിയ ഗ്ലാസ് കുപ്പിയിലോ സ്റ്റീവിയ പാക്കറ്റിലോ സിഗരറ്റിനുള്ളിലോ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്ന, പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു നിശബ്ദനായ കൊലയാളി. ബ്രേക്കിംഗ് ബാഡിന്റെ ജനപ്രീതി എത്രത്തോളം വലുതായിരുന്നു എന്ന് വെച്ചാൽ ഈ ഷോ കണ്ട് അതിലെ ആ ക്രൂരമായ കഥയെ യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ച ആളുകൾ ഉൾപ്പെട്ട നിരവധി യഥാർത്ഥ ക്രിമിനൽ കേസുകൾക്ക് അത് കാരണമായി. തന്റെ വിവാഹത്തിൽ ഇടപെട്ടതിന് അമ്മയെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ച ലണ്ടനിലെ ഒരു സ്ത്രീ മുതൽ ഡോം റൂമിലിരുന്ന് ഈ വിഷം ഉണ്ടാക്കിയ 19കാരനായ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി വരെ നീളുന്ന സംഭവങ്ങൾ നോക്കിയാൽ ഈ വിഷം ഉണ്ടാക്കിയ സ്വാധീനം നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്നാൽ ടെലിവിഷൻ സീരീസുകളിലെ ഒരു പ്രധാന വിഷയമാകുന്നതിന് വളരെ മുമ്പ് തന്നെ ഭൂമിയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്നതും കൗതുകകരവും വിചിത്രവുമായ വസ്തുക്കളിൽ ഒന്നായിരുന്നു റൈസിൻ. ഇന്ന് നമ്മൾ റൈസിന്റെ അവിശ്വസനീയമായ കഥയാണ് പരിശോധിക്കാൻ പോകുന്നത്. അതിന്റെ പൗരാണിക ചരിത്രം, ഭയപ്പെടുത്തുന്ന ബയോളജിക്കൽ പ്രവർത്തനങ്ങൾ, വേദനിപ്പിക്കുന്ന അനന്തരഫലങ്ങൾ, അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ചാരപ്രവർത്തനങ്ങളിലും അതിന്റെ വിചിത്രമായ പങ്ക് എന്നിവ നമുക്ക് നോക്കാം. പ്രകൃതിയുടെ ഏറ്റവും മികച്ച വിഷത്തിന്റെ ഇരുണ്ടതും യഥാർത്ഥവുമായ ചരിത്രത്തിലേക്ക് സ്വാഗതം. റൈസിന്റെ ഭീകരത മനസ്സിലാക്കാൻ ആദ്യം അതിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കണം. അണ്ടർഗ്രൗണ്ടിലെ മിലിറ്ററി ലബോറട്ടറിയിൽ ഉണ്ടാക്കിയെടുത്ത ഏതെങ്കിലും ഫ്യൂച്ചറിസ്റ്റിക് കെമിക്കൽ ആയുധമൊന്നുമല്ല റൈസിൻ. ശാസ്ത്രീയമായി റൈസിനസ് കമ്മ്യൂണിസ്റ്റ് എന്നറിയപ്പെടുന്ന ആവണക്കിന്റെ കുരുവിൽ നിന്ന് പ്രകൃതിദത്തമായി ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീനാണിത്. കിഴക്കൻ ആഫ്രിക്കയാണ് ഈ ചെടിയുടെ സ്വദേശം. പക്ഷേ ഇതത്ര അപൂർവമായ ഒന്നല്ല. പറയാൻ പോയാൽ ലോകമെമ്പാടുമുള്ള ചൂടുള്ള കാലാവസ്ഥയിൽ ഇത് വളരെ എളുപ്പത്തിൽ വളരുന്നു. കൂടാതെ എളുപ്പത്തിൽ വളർത്താമെന്നതിനാലും കാണാൻ നല്ല ഭംഗിയുള്ള ഇലകൾ ഉള്ളതിനാലും ദശലക്ഷക്കണക്കിന് സാധാരണ പൂന്തോട്ടങ്ങളിൽ കാണപ്പെടുന്ന ഒരു അലങ്കാര ചെടി കൂടിയാണിത്. നൂറ്റാണ്ടുകളായി മനുഷ്യർ ആവണക്കിന്റെ ചെടിയെ നിത്യോപയോഗത്തിനുള്ള ഒരു വിഭവമായിട്ടാണ് കണ്ടിരുന്നത്. ഈ ചെടിയുടെ വലിയ കുരുക്കൾ ചതച്ചെടുക്കുമ്പോൾ കാസ്റ്റർ ഓയിൽ, അതായത് ആവണക്കെണ്ണ എന്നറിയപ്പെടുന്ന കട്ടിയുള്ളതും വളരെ വിലപ്പെട്ടതുമായ എണ്ണ ലഭിക്കുന്നു. കുരുവിന്റെ ഭാരത്തിന്റെ 50% വരുന്ന ഈ എണ്ണ മനുഷ്യ ചരിത്രത്തിൽ ഉടനീളം വിളക്കുകൾ കത്തിക്കാനും സ്കിൻ മോയ്സ്ചറൈസറായും ചെറിയ യന്ത്രങ്ങളിൽ ലൂബ്രിക്കന്റായും അതുപോലെ തന്നെ വയറിളക്കാനുള്ള ഒരു മരുന്നായും ഉപയോഗിച്ചിരുന്നു. കാസ്റ്റർ ഓയിൽ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ലോകമെമ്പാടുമായി ഓരോ വർഷവും 1 മില്യൺ ടണ്ണിലധികം ആവണക്കിൻ കുരുക്കളാണ് പ്രോസസ്സ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെയാണ് ആവണക്കിൻ കുരുവിന്റെ ഒരു വൈരുദ്ധ്യം കിടക്കുന്നത്. ഇതിലെ എണ്ണ സുരക്ഷിതവും ഉപകാരപ്രദവുമാണെങ്കിലും അതിന്റെ കുരുക്കൾ ഒരു വലിയ രഹസ്യം ഒളിപ്പിക്കുന്നുണ്ട്. പ്രാണികളിൽ നിന്നും മറ്റു ജീവികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഈ ചെടിയുടെ സ്വാഭാവികമായ പ്രതിരോധ സംവിധാനം എന്നത് ഈ കുരുവിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന വളരെ ശക്തിയുള്ള ഒരു വിഷമാണ്. ഈ വിഷ പ്രോട്ടീൻ ഹൈഡ്രോഫോബിക് ആണ്. അതായത് ഇത് വെള്ളവുമായി ചേരില്ല, എണ്ണയിൽ ലയിക്കുകയുമില്ല. ഇത് നമ്മൾ എടുക്കുന്ന ആവണക്കെണ്ണയിൽ കാണാറില്ല. മാത്രമല്ല, ആധുനിക സുരക്ഷാ നിയമങ്ങൾ അനുസരിച്ച് കാസ്റ്റർ ഓയിൽ 176 ഡിഗ്രി ഫാരൻഹീറ്റ് അഥവാ 80 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കേണ്ടതുണ്ട്. ഈ പ്രക്രിയ വിഷത്തിന്റെ എല്ലാ അംശങ്ങളും പൂർണ്ണമായി നശിപ്പിക്കുന്നു. അതുകൊണ്ട് എണ്ണയെടുത്ത ശേഷം ബാക്കി വരുന്ന ചതഞ്ഞ കുരുവിന്റെ അവശിഷ്ടങ്ങളിലാണ് ഈ മാരകമായ പ്രോട്ടീൻ തങ്ങി നിൽക്കുന്നത്. ഉപേക്ഷിക്കപ്പെടുന്ന ഈ കാർഷിക മാലിന്യത്തിൽ 5% വരെ റൈസിൻ ഉണ്ടാകാം. ഈ ചെടി വളരെ സാധാരണമായതുകൊണ്ടും കുരുക്കൾ എളുപ്പത്തിൽ കിട്ടുന്നതുകൊണ്ടും ഈ അവശിഷ്ടത്തിൽ നിന്നും മാരകമായ വിഷം വേർതിരിച്ചെടുക്കാൻ ചെറിയൊരു കെമിക്കൽ അറിവ് മാത്രം മതിയാകും. ഇത് ആർക്കും ചെയ്യാൻ കഴിയുമെന്നത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ ഈ പദാർത്ഥം എങ്ങനെ വേർതിരിച്ചെടുക്കാം, എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ എന്താണ് ശരിക്കും റൈസിൻ? ഇത് ഇത്ര മാരകമാകാൻ കാരണം എന്താണ്? റൈസിന് 2 ഭാഗങ്ങളുണ്ട്. റൈസിൻ വിഷത്തിന് പ്രധാനമായും എ, ബി എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ ഒരു കോട്ടയായി സങ്കല്പിക്കുക. റൈസിനിലെ ബി ഭാഗം ഒരു താക്കോൽ പോലെ പ്രവർത്തിച്ച് കോശങ്ങളുടെ വാതിൽ തുറക്കുകയും വിഷത്തെ മുഴുവനായി അകത്തേക്ക് കയറ്റുകയും ചെയ്യുന്നു. ഇനി യഥാർത്ഥ വില്ലൻ കോശത്തിനുള്ളിൽ എത്തിയ ശേഷം എ, ബി ഭാഗങ്ങൾ വേർപിരിയുന്നു. ഇതിൽ സ്വതന്ത്രമാകുന്ന എ ഭാഗമാണ് യഥാർത്ഥ വില്ലൻ. നമ്മുടെ കോശങ്ങളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നത് റൈബോസോമുകൾ എന്ന് വിളിക്കുന്ന ചെറിയ യന്ത്രങ്ങളാണ്.
എ ഭാഗം ഈ പ്രോട്ടീൻ നിർമ്മാണം പൂർണ്ണമായി തടയും. ഒരൊറ്റ മിനിറ്റിൽ ആയിരക്കണക്കിന് റൈബോസോമുകൾ നശിപ്പിക്കാൻ ഇതിന് കഴിയും. ജീവൻ നിലനിർത്താനുള്ള പ്രോട്ടീൻ ലഭിക്കാതെ വരുന്നതോടെ കോശങ്ങൾ പെട്ടെന്ന് തന്നെ പ്രവർത്തനം നിർത്തുകയും മരിക്കുകയും ചെയ്യുന്നു. ശരീരത്തിന്റെ പ്രോട്ടീൻ നിർമ്മാണം നിർത്തിവെച്ചാണ് ഇത് ആക്രമിക്കുന്നത് എന്നതുകൊണ്ട് വിഷബാധയുടെ ലക്ഷണങ്ങൾ പെട്ടെന്ന് പുറത്തു കാണില്ല. ഇത് വളരെ പതുക്കെ നടക്കുന്ന വേദന നിറഞ്ഞ ഒന്നാണ്. വിഷം വിഴുങ്ങിയതാണോ, ശ്വസിച്ചതാണോ, അതോ കുത്തിവെച്ചതാണോ എന്നിങ്ങനെ ആശ്രയിച്ചിരിക്കും അതിന്റെ ലക്ഷണങ്ങളും അപകട സാധ്യതയും. നമുക്കിത് വിഴുങ്ങുന്നതിൽ നിന്ന് തന്നെ തുടങ്ങാം. അബദ്ധത്തിൽ വിഷം ശരീരത്തിൽ എത്തുന്നതിൽ ഏറ്റവും സാധാരണമായി കാണുന്നത് ഇതാണ്. എന്നാൽ ഇതിൽ മരണനിരക്ക് വളരെ കുറവാണെന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ആളുകൾ, പ്രത്യേകിച്ച് കുട്ടികളോ വളർത്തുമൃഗങ്ങളോ ആവണക്കിൻ കുരുക്കൾ മുഴുവനായി വിഴുങ്ങാറുണ്ട്. ഭാഗ്യവശാൽ ഈ കുരുവിന് വളരെ കട്ടിയുള്ള ദഹിക്കാത്ത ഒരു തോടുണ്ട്. മുഴുവനായി വിഴുങ്ങിയാൽ ഉള്ളിലെ മാരകമായ വിഷം പുറത്തു വരാതെ തന്നെ കുരുവിന് നമ്മുടെ കുടലിലൂടെ കടന്നു പോകാൻ കഴിയും. മുഴുവനായി വിഴുങ്ങിയാൽ ഉള്ളിലെ മാരകമായ വിഷം പുറത്തു വരാതെ തന്നെ കുരുവിന് നമ്മുടെ കുടലിലൂടെ കടന്നു പോകാൻ കഴിയും. എന്നാൽ കുരു നന്നായി ചവച്ചരച്ചാൽ റൈസിൻ നേരിട്ട് ആമാശയത്തിലേക്കും കുടലിലേക്കും എത്തും. റൈസിന്റെ പ്രോട്ടീൻ ഘടന വളരെ ഇറുകിയതായതുകൊണ്ട് മനുഷ്യന്റെ ആമാശയത്തിലെ ദഹന ആസിഡുകളോടും പെപ്റ്റൈഡ്സുകളോടും ഇതിന് വലിയ പ്രതിരോധമുണ്ട്. എങ്കിലും പൂർണ്ണമായും തടയാൻ കഴിയില്ല. കുടലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വയറുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ സാധാരണമായി കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കണ്ടു തുടങ്ങും. ഇരയ്ക്ക് കഠിനമായ വയറുവേദന, ശക്തമായ ഛർദി, അതുപോലെ തന്നെ രക്തം കലർന്ന വയറിളക്കം എന്നിവ അനുഭവപ്പെടും. ശരീരത്തിൽ നിന്ന് വലിയ അളവിൽ വെള്ളം നഷ്ടപ്പെടുന്നത് ഡീഹൈഡ്രേഷനും അതുപോലെ തന്നെ രക്തത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. അടുത്ത 2 മുതൽ 5 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കോശങ്ങളുടെ മരണം പടരുകയും കരൾ, വൃക്കകൾ, പാൻക്രിയാസ് തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്നതിനും കാരണമാകും. ഇരയ്ക്ക് ഹാലൂസിനേഷൻസ്, അപസ്മാരം, മൂത്രത്തിൽ രക്തം എന്നിവ അനുഭവപ്പെടും. അവസാനം അവർ സർക്കുലേറ്ററി ഷോക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഈ ലക്ഷണങ്ങൾ വളരെ ഭയാനകമാണെങ്കിലും അബദ്ധത്തിൽ ആവണിക്കൻ കുരു വിഴുങ്ങിയാലുള്ള അതിജീവന നിരക്ക് വളരെ കൂടുതലാണ്, ഏകദേശം 98%. ഇതിനായി ഇരയ്ക്ക് IV ഫ്ലൂയിഡുകളും വയറ് കഴുകുകയും പോലുള്ള വൈദ്യസഹായങ്ങളും പെട്ടെന്ന് തന്നെ നൽകേണ്ടതുണ്ട്. സത്യത്തിൽ 2013 30 കുരുക്കൾ വിഴുങ്ങിയ 37കാരിയായ ഒരു സ്ത്രീയും 200 കുരുക്കളിട്ട് അടിച്ച ജ്യൂസ് കുടിച്ച മറ്റൊരു പുരുഷനും രക്ഷപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ റൈസിൻ മനഃപൂർവ്വം ഒരു ആയുധമായി ഉപയോഗിക്കുമ്പോൾ അത് വിഴുങ്ങാൻ കൊടുക്കുന്നത് വളരെ കുറവാണ്. കൊലയാളികൾ കൂടുതൽ താല്പര്യപ്പെടുന്നത് ഇഞ്ചക്ഷൻ വഴിയാണ്. റൈസിൻ നേരിട്ട് രക്തത്തിലേക്കോ പേശികളിലേക്കോ കുത്തിവെക്കുമ്പോൾ അത് ശരീരത്തിന്റെ സ്വാഭാവിക ദഹന പ്രതിരോധങ്ങളെ പൂർണ്ണമായും മറികടക്കുന്നു. ഇത് വ്യക്തമാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുത്തിവെപ്പ് വഴി ഒരു എലിയെ കൊല്ലാൻ അതിന്റെ ശരീരഭാഗത്തിന്റെ 1 കിലോഗ്രാമിന് വെറും 22 മൈക്രോഗ്രാം വിഷം മതിയാകും. അതായത് ഒരു ഉപ്പ് തരിയുടെ ഒരു ചെറിയ അംശം മാത്രം. ഇരയെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചക്ഷൻ എന്നത് വളരെ ഭയാനകമായ ഒന്നാണ്. കുത്തിവെച്ച മുറിവിന് ചുറ്റുമുള്ള പേശികളെയും റൈസിൻ ഉടനടി ആക്രമിക്കാൻ തുടങ്ങും. കഠിനമായ വേദനയ്ക്കും പെട്ടെന്നുള്ള നെക്രോസിസ് അഥവാ മാംസം നശിക്കുന്നതിനും കാരണമാകും. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇരയ്ക്ക് ലിംഫ് നോഡുകളിൽ വീക്കം, പനി, തലവേദന, തലകറക്കം, രക്തസമ്മർദ്ദത്തിൽ അപകടകരമായ കുറവ് എന്നിവ അനുഭവപ്പെടുന്നു. ഈ വിഷത്തിന് രക്തയോട്ടത്തിലേക്ക് നേരിട്ട് പ്രവേശനമുള്ളതുകൊണ്ട് അത് വേഗത്തിൽ പ്രധാന അവയവങ്ങളിലേക്ക് എത്തുന്നു. ഇതിന്റെ ഫലമായി അവയവങ്ങളുടെ പ്രവർത്തനം വളരെ വേഗത്തിൽ നിലയ്ക്കുന്നു. മാത്രമല്ല മിക്ക കേസുകളിലും ഇത് 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ വേദനാജനകമായ മരണത്തിലേക്ക് നയിക്കുന്നു. എങ്കിലും മിലിറ്ററി പ്ലാനർമാർക്കും ബയോ ഡിഫൻസ് വിദഗ്ധർക്കും ഏറ്റവും ഭയമുള്ള കാര്യം ഇത് ശ്വസിക്കുന്നതിലൂടെ ശരീരത്തിൽ എത്തുന്നതാണ്. റൈസിൻ മൈക്രോസ്കോപ്പിക് ആയ ഒരു പൊടിയാക്കി മാറ്റി ശ്വാസകോശത്തിലേക്ക് ശ്വസിച്ചാൽ ഇത് വളരെ കൃത്യതയോടെ പ്രവർത്തിക്കും. ശ്വാസകോശത്തിലെ ടിഷ്യൂ വളരെ മൃദുവും രക്തക്കുഴലുകൾ നിറഞ്ഞതുമായതിനാൽ ഈ വിഷം ശ്വസന വ്യവസ്ഥയിൽ വലിയ രീതിയിൽ കോശങ്ങളുടെ മരണത്തിന് കാരണമാകുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ഇരയ്ക്ക് നെഞ്ചുവേദന, പനി, കടുത്ത ചുമ എന്നിവ അനുഭവപ്പെടുന്നു. ശ്വാസകോശത്തിൽ വളരെ വേഗം നീര് കിട്ടുന്നു. ഇതിനെ പൾമോണറി എഡിമ എന്ന് വിളിക്കുന്നു. ഇത് ശ്വസിക്കുന്നത് പൂർണ്ണമായും അസാധ്യമാക്കുന്നു. റൈസിൻ ശ്വസിക്കുന്നത് വഴി കടുത്ത ശ്വാസ തടസ്സത്തിനും അതുവഴി മരണത്തിനും കാരണമാകുന്നു. മറ്റ് അവയവങ്ങൾ തകരാറിലാക്കാൻ തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ ശരീരത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നു. റൈസിൻ വിഷബാധയെക്കുറിച്ചുള്ള ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത എന്തെന്നാൽ ഇത് എങ്ങനെ ശരീരത്തിൽ എത്തിയാലും അതിന് നിലവിൽ അംഗീകൃത ആന്റിഡോട്ട് ഇല്ല. റൈസിന്റെ എ ചെയിൻ നിങ്ങളുടെ കോശങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നാശം പരിഹരിക്കാനാവില്ല. ലക്ഷണങ്ങൾ നിയന്ത്രിക്കുക, ഓക്സിജനും IV ഇലക്ട്രോലൈറ്റുകളും നൽകുക, അപസ്മാരത്തിന് ചികിത്സ നൽകുക, രോഗിയുടെ ശരീരം ആ ആക്രമണത്തെ അതിജീവിക്കുമെന്ന് പ്രാർത്ഥിക്കുക തുടങ്ങിയ സഹായങ്ങൾ നൽകുക മാത്രമേ ഡോക്ടർമാർക്ക് കഴിയൂ. റൈസിൻ ഉണ്ടാക്കാൻ വലിയ സങ്കീർണമായ രീതികളോ അപൂർവമായ വസ്തുക്കളോ ആവശ്യമില്ലാത്തതിനാൽ ആവണക്കിൻ കുരുവുമായുള്ള മനുഷ്യരാശിയുടെ മാരകമായ ബന്ധം നാഗരികതയുടെ തുടക്കം മുതലേ ഉള്ളതാണ്. 1970കളിൽ ദക്ഷിണാഫ്രിക്കയ്ക്കും എസ്വാറ്റിനിക്കും ഇടയിലുള്ള അതിർത്തിയിലുള്ള വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമായ ബോർഡർ കേവിൽ ഉത്ഖനനം നടത്തിയ പുരാവസ്തു ഗവേഷകർ അവിശ്വസനീയമായ വിധം 24,000 വർഷം പഴക്കമുള്ള, അതായത് ഏകദേശം 22,000 BC കാലഘട്ടത്തിലെ വെട്ടുകളുള്ള ഒരു മരവടി കണ്ടെത്തി. ആദ്യം ഇതൊരു സാധാരണ ചരിത്ര വസ്തുവാണെന്ന് കരുതിയെങ്കിലും 2010കളിൽ നടത്തിയ ആധുനിക കെമിക്കൽ പരിശോധനയിൽ ആ മരത്തിൽ റൈസിന്റെ അംശങ്ങൾ ഉള്ളതായി കണ്ടെത്തി. വേട്ടയാടാനോ യുദ്ധത്തിനോ വേണ്ടി തങ്ങളുടെ അമ്പുകളുടെ അറ്റത്ത് ഈ വിഷം പുരട്ടാനായി പ്രാചീന ഗോത്രക്കാർ ഈ വടി ഉപയോഗിച്ചിരുന്നതായി നരവംശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ വിശ്വസിക്കുന്നു. ഇത് ഇഞ്ചക്ഷൻ വഴിയുള്ള റൈസിന്റെ ഉപയോഗത്തിന്റെ ഒരു പ്രാചീന രീതിയായിരുന്നു.
എന്നാൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഈ കുരുവിനുള്ളിലെ കൊലയാളിയെ ശാസ്ത്രം തിരിച്ചറിയുന്നത്. 1888 ഡോർപാറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്റെ ഡോക്ടറൽ തിസീസിൽ ജോലി ചെയ്തിരുന്ന പീറ്റർ ഹെർമൻ സ്റ്റീൽമാർക്ക് എന്ന ബാൾട്ടിക് ജർമ്മൻ മൈക്രോബയോളജിസ്റ്റ് റീസിനസ് കമ്മ്യൂണിസ്റ്റേഡിയുടെ കുരുക്കളിൽ നിന്ന് ഈ പ്രത്യേക വിഷ പ്രോട്ടീൻ വിജയകരമായി വേർതിരിച്ചെടുത്തു. സ്റ്റീൽമാർക്ക് തന്റെ കണ്ടുപിടുത്തത്തിന് ഔദ്യോഗികമായി റൈസിൻ എന്ന് പേരിട്ടു. രസകരമായ കാര്യം എന്തെന്നാൽ രക്തകോശങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള റൈസിന്റെ അവിശ്വസനീയമായ കഴിവിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ കാർബോഹൈഡ്രേറ്റ് ബൈൻഡിംഗ് പ്രോട്ടീനുകളുടെ മുഴുവൻ ക്ലാസ്സായ ലെക്റ്റിനുകൾ കണ്ടെത്തി വിവരിക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ വ്യക്തിയായും സ്റ്റീൽമാർക്ക് മാറി. റൈസിൻ വേർതിരിച്ചെടുത്തതോടെ ലോകത്തിലെ പ്രധാന സൈനിക ശക്തികൾ പെട്ടെന്ന് തന്നെ ഈ മാരകമായ കാര്യത്തിൽ ശ്രദ്ധ നൽകി. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് കെമിക്കൽ ആക്രമണങ്ങൾ യൂറോപ്പിലെ യുദ്ധക്കളങ്ങളെ തകർത്തുകൊണ്ടിരിക്കെ അമേരിക്കൻ സൈന്യം റൈസിനെ ഒരു ബയോളജിക്കൽ ആയുധമായി ഉപയോഗിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് വ്യാപകമായി ഗവേഷണം തുടങ്ങി. ഏജന്റ് ഡബ്ല്യു അല്ലെങ്കിൽ ഏജന്റ് WA എന്ന സൈനിക പേരിൽ ജോലി ചെയ്തിരുന്ന അമേരിക്കൻ യൂണിവേഴ്സിറ്റി എക്സ്പെരിമെന്റൽ സ്റ്റേഷനിലെ ശാസ്ത്രജ്ഞർ ഇത് പ്രയോഗിക്കുവാനുള്ള 2 വ്യത്യസ്ത രീതികളെക്കുറിച്ച് പഠിച്ചു. ആദ്യത്തേത് ആ പ്രാചീന ഗോത്രങ്ങളിൽ നിന്ന് കടമെടുത്ത ഒരു ആശയമായിരുന്നു. മാരകമല്ലാത്ത മുറിവുകളിൽ നിന്ന് പോലും മരണം ഉറപ്പാക്കാൻ വെടിയുണ്ടകളിലും ബോംബ് ചീളുകളിലും വിഷം പുരട്ടുക. എങ്കിലും ഈ ആശയം ഒരു പ്രശ്നമായി മാറി. കാരണം വെടിയുണ്ട ഫയർ ചെയ്യുമ്പോഴുണ്ടാകുന്ന വലിയ ചൂട് കാരണം താപത്തെ ചെറുക്കാൻ കഴിയാത്ത റൈസിൻ പ്രോട്ടീൻ പൂർണ്ണമായും നശിച്ചു പോവുകയും വിഷം ഉപയോഗശൂന്യമായി മാറുകയും ചെയ്യും. കൂടാതെ വിഷം പുരട്ടിയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് 1899-ലെ ഹേഗ് കൺവെൻഷന്റെ ലംഘനമായിരുന്നു. ശത്രുക്കൾക്ക് ശ്വസിക്കാൻ കഴിയുന്ന രീതിയിൽ റൈസിനെ ഒരു വിഷപ്പുകയായി മാറ്റുക എന്നതായിരുന്നു രണ്ടാമത്തെ കൂടുതൽ അപകടകരമായ ആശയം. യുദ്ധകളം മുഴുവൻ ഈ നേർത്ത പൊടി പടർത്തുവാനും അതുവഴി വലിയൊരു കൂട്ടം ആളുകളുടെ ശ്വസന പ്രക്രിയ തകരാറിലാക്കുവാനുമാണ് സൈന്യം ലക്ഷ്യമിട്ടത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മസ്റ്റാർഡ് ഗ്യാസിനെ പോലെ റൈസിൻ പൊടി കുപ്രസിദ്ധമാകാതിരുന്നതിന് ഒരേ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് മറുമരുന്നില്ല എന്ന് അമേരിക്കൻ സൈന്യം മനസ്സിലാക്കി. കാറ്റിന്റെ ദിശ മാറി ഈ പൊടി തങ്ങളുടെ തന്നെ സൈനികരുടെ നേർക്ക് വന്നാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും അത് തടയാൻ കഴിയില്ലെന്നും അവർക്കറിയാമായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ്, ഫ്രഞ്ച്, കനേഡിയൻ, അമേരിക്കൻ ശാസ്ത്രജ്ഞർ സംയുക്തമായി ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും ക്ലസ്റ്റർ ബോംബുകൾ വഴി എറിയാൻ കഴിയുന്ന എയറോസോൾ രൂപത്തിലുള്ള ഏജന്റ് W വിജയകരമായി സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തപ്പോൾ ഇതിനോടുള്ള താല്പര്യം വീണ്ടും വർദ്ധിച്ചു. ജർമ്മനിക്ക് മുകളിൽ വിമാനങ്ങളിൽ നിന്ന് ഇത് തളിക്കാമെന്ന പ്രതീക്ഷയിൽ 1944 യൂട്ടയിലെ ഡഗ്വേവ് പ്രൂവിംഗ് ഗ്രൗണ്ടിൽ വെച്ച് അമേരിക്കൻ സൈന്യം ഫീൽഡ് ടെസ്റ്റുകൾ വരെ നടത്തി. എന്നാൽ അവസാനം അത് വേണ്ടെന്ന് വെച്ചു. മറ്റ് ഏജന്റുകളെ അപേക്ഷിച്ച് ആയുധമാക്കിയ റൈസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ചിലവ് കുറഞ്ഞ കാര്യമല്ലെന്ന് മിലിറ്ററി എക്കോണമിസ്റ്റുകൾ വിലയിരുത്തി. അതൊന്നും വ്യക്തമാക്കാം. ഒരു 100 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള പ്രദേശത്ത് മാരകമായ വിഷബാധയുണ്ടാക്കാൻ സൈന്യത്തിന് കേവലം 1 കിലോഗ്രാം അന്ത്രാക്സ് പൊടി മതിയാകും. എന്നാൽ അവർക്ക് വിശ്വസിക്കാനാവാത്ത വിധം 8 മെട്രിക് ടൺ റൈസിൻ വേണ്ടിവരും. മാത്രമല്ല ദീർഘകാലം സൂക്ഷിച്ചു വെച്ചാൽ റൈസിൻ കേടാകുകയും സ്ഫോടക വസ്തുക്കളുടെ ചൂടിൽ അത് നശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സൈന്യം സാരിൻ ഗ്യാസ്, ബോട്ടുലിനം ടോക്സിൻ എന്നിവ പോലെയുള്ള കൂടുതൽ പ്രായോഗികമായ ഭീകരതകളിലേക്ക് മാറി. എന്നാൽ കൂട്ടക്കൊലയ്ക്കുള്ള ആയുധമെന്ന നിലയിൽ റൈസിന് വലിയ ഉപകാരമില്ലാതിരുന്നത് അതിനെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യാവുന്ന മറ്റൊരാക്രമണത്തിന് യോജിച്ചതാക്കി മാറ്റി: അസാസിനേഷൻ. ശീതയുദ്ധത്തിന്റെ ഭയം നിറഞ്ഞ കാലഘട്ടത്തിൽ സോവിയറ്റ് KGBയും അതിന്റെ മറ്റ് ഇന്റലിജൻസ് ഏജൻസികളും രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുന്നതിനായി വളരെ നൂതനമായ റൈസിൻ ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തു. റൈസിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധവും ഭയാനകവുമായ ഉപയോഗം നടന്നത് 1978 സെപ്റ്റംബർ 7 ലണ്ടനിലെ തിരക്കേറിയ തെരുവുകളിലാണ്. ജോർജി മാർക്കോ പ്രമുഖനായ ഒരു ബൾഗേറിയൻ എഴുത്തുകാരനും ബ്രോഡ്കാസ്റ്ററും വിമർശകനുമായിരുന്നു. തന്റെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം UK മാറി. അവിടെ BBC വേൾഡ് സർവീസിൽ ജോലി ചെയ്യുകയും ബൾഗേറിയൻ ഭരണകൂടത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു. വാട്ടർലൂ ബ്രിഡ്ജിൽ മാർക്കോ ബസ് കാത്തു നിൽക്കുമ്പോൾ അതുവഴി നടന്നു വന്ന ഒരു അപരിചിതൻ അദ്ദേഹത്തിന്റെ ദേഹത്ത് തട്ടുകയും ആ സമയത്ത് അയാൾ തന്റെ കൂടെ താഴെ ഇടുകയും ചെയ്തു. മാർക്കോവിന്റെ വലത് തുടയുടെ പിൻഭാഗത്ത് പെട്ടെന്ന് എന്തോ കുത്തിയതുപോലെ വലിയൊരു വേദന അനുഭവപ്പെട്ടു. ആ അപരിചിതൻ മറ്റൊരു ആക്സിഡന്റിൽ ക്ഷമ ചോദിക്കുകയും ഒരു ടാക്സി വിളിച്ച് അവിടെ നിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷനാവുകയും ചെയ്തു. അന്ന് വൈകുന്നേരം മാർക്കോവ് വല്ലാതെ രോഗബാധിതനായി. അദ്ദേഹത്തിന് കടുത്ത പനിയും മാംസപേശികൾക്ക് വലിയ വേദനയും കടുത്ത ക്ഷീണവും അനുഭവപ്പെട്ടു. അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ അവസ്ഥ കണ്ട് ഡോക്ടർമാർക്ക് ശരിക്കും അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത ഏതോ അണുബാധ പോലെ തോന്നി. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം പെട്ടെന്ന് കുറയുകയും ചെയ്തു. പാലത്തിൽ വെച്ചുണ്ടായ ആ സംഭവത്തിന് കൃത്യം 4 ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 11 ജോർജി മാർക്കോവ് അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ച് മരണപ്പെട്ടു. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ആ ഭയാനകമായ സത്യം പുറത്തു വന്നത്. മാർക്കോവിന്റെ കാലിലെ പേശികൾക്കുള്ളിൽ വളരെ ആഴത്തിൽ തറഞ്ഞിരുന്ന 1.5 മുതൽ 1.7 മില്ലിമീറ്റർ മാത്രം വ്യാസമുള്ള ഒരു ചെറിയ മെറ്റൽ ഗോളം കണ്ടെത്തി. അത് 90% പ്ലാറ്റിനം കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്.
മനുഷ്യ ശരീരം അത് പുറന്തള്ളില്ല എന്നതിനാലാണ് ആ മെറ്റൽ തിരഞ്ഞെടുത്തത്. ഈ ചെറിയ പെല്ലറ്റിൽ വളരെ ചെറിയ 2 ദ്വാരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിൽ വളരെ ശുദ്ധീകരിച്ച കുറച്ച് മില്ലിഗ്രാം റൈസിൻ നിറച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യ ശരീരത്തിന്റെ താപനിലയിൽ കൃത്യമായി ഉരുകാൻ പാകത്തിനുള്ള ഒരു പ്രത്യേക ഷുഗർ മെഴുക് ഉപയോഗിച്ചാണ് ഈ ദ്വാരങ്ങൾ അടച്ചിരുന്നത്. കൊലയാളിയുടെ കുട യഥാർത്ഥത്തിൽ KGBയുടെ സഹായത്തോടെ ബൾഗേറിയൻ രഹസ്യ പോലീസ് നിർമ്മിച്ചെടുത്ത ഒരു രഹസ്യ ന്യൂമാറ്റിക് ഡാർട്ട് ഗൺ ആയിരുന്നു. ഡാർട്ട് മാർക്കോവിന്റെ ചർമ്മത്തിൽ തുളച്ചു കയറിയപ്പോൾ മെഴുകു ഉരുകുകയും റൈസ് നേരിട്ട് അവന്റെ രക്തത്തിൽ കലരുകയും ചെയ്തു. ഒരു പ്രാണി കഴിച്ച പാട് പോലും ബാക്കിയാക്കാതെ തികച്ചും പെർഫെക്റ്റ് ആയ ഒരു കൊലപാതക ആയുധമായിരുന്നു അത്. തങ്ങൾ എന്തിനോടാണ് പോരാടുന്നതെന്ന് ഡോക്ടർമാർ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഇരയുടെ കോശങ്ങളുടെ പ്രവർത്തനത്തെ ആ വിഷം പൂർണ്ണമായും തകർത്തിരുന്നു. വളരെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ മാർക്കോവിന്റെ കൊലപാതകത്തിന് വെറും 10 ദിവസം മുമ്പ് പാരീസ് മെട്രോയിലെ ഒരു എസ്കലേറ്ററിൽ യാത്ര ചെയ്യുകയായിരുന്ന വ്ളാഡിമിർ കോസ്റ്റോവ് എന്ന മറ്റൊരു ബൾഗേറിയൻ വിമർശകനും ഇതേ രീതിയിൽ ആക്രമിക്കപ്പെട്ടിരുന്നു. കോസ്റ്റോവിന്റെ പുറത്ത് എന്തോ കുത്തുന്നതുപോലെ തോന്നുകയും അദ്ദേഹത്തിന് വലിയ പനി വരികയും ചെയ്തു. പക്ഷെ അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നീട് ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ടിഷ്യൂവിൽ തറച്ചിരുന്ന ഇതേപോലുള്ള ഒരു പ്ലാറ്റിനം പെല്ലറ്റ് കണ്ടെത്തി. കോസ്റ്റോവ് രക്ഷപ്പെടാനുള്ള കാരണം തീർത്തും അവന്റെ ഭാഗ്യമായിരുന്നു. പെല്ലറ്റിന്റെ കട്ടിയുള്ള മെഴുക് പൂർണ്ണമായും ഉരുകിയിരുന്നില്ല. അതുകൊണ്ട് മരണത്തിന് കാരണമാകാത്ത തരത്തിലുള്ള വളരെ ചെറിയൊരു ശതമാനം റൈസിൻ മാത്രമേ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എത്തിയുള്ളൂ. അതുവഴി ശരീരത്തിന് ആന്റിബോഡികൾ ഉണ്ടാക്കാനും അതിജീവിക്കാനും സാധിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1981 വിർജീനിയയിൽ വെച്ചുണ്ടായ സമാനമായ ഒരു ആക്രമണത്തിൽ നിന്ന് ബോറിസ് കോർച്ചാക്ക് എന്ന പോളിഷ് CIA ഉദ്യോഗസ്ഥൻ രക്ഷപ്പെട്ടിരുന്നു. ശീതയുദ്ധം അവസാനിച്ചതോടെ സർക്കാരുകൾ നടത്തിയ റൈസിൻ ആക്രമണങ്ങൾ വലിയ രീതിയിൽ ഇല്ലാതാവുകയും പകരം പൊളോണിയം പോലുള്ള മറ്റ് വിഷങ്ങളോ നോയ്ചോക്ക് പോലുള്ള നെർവ് ഏജന്റുകളും സ്ഥാനമേൽക്കുകയും ചെയ്തു. എന്നിരുന്നാലും റൈസിന്റെ കഥ അവസാനിച്ചിരുന്നില്ല. ആവണിക്കൻ ചെടി വളരെ സാധാരണമായതുകൊണ്ടും അതിൽ നിന്ന് വിഷം വേർതിരിച്ചെടുക്കാൻ വലിയ ബിരുദങ്ങളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ടും പുതിയ കാലത്തെ തീവ്രവാദികളുടെയും സർക്കാരിനെതിരെയുള്ള വിമത ഗ്രൂപ്പുകളുടെയും അമച്വർ ബയോ ടെററിസ്റ്റുകളുടെയും പ്രിയപ്പെട്ട ബയോളജിക്കൽ ആയുധമായി റൈസിൻ മാറി. 1990കളിലും 2000കളിലും ഉടനീളം ചെറിയ രീതിയിലുള്ള ഗൂഢാലോചനകൾക്കെതിരെ നിയമപാലകർക്ക് നിരന്തരം പോരാടേണ്ടി വന്നിട്ടുണ്ട്. ഒരു US മാർഷലിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടതിന് 1991 മിനസോട്ടയിലെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പിലെ 4 അംഗങ്ങളെ അറസ്റ്റ് ചെയ്തു. DMSO എന്ന കൊമേഴ്ഷ്യൽ ലേഖത്തിൽ റൈസിൻ കലർത്തി മാർഷലിന്റെ വാഹനത്തിന്റെ ഡോർ ഹാൻഡിലുകളിൽ പുരട്ടുക എന്നതായിരുന്നു അവരുടെ തെറ്റായ പ്ലാൻ. മുറിവില്ലാത്ത മനുഷ്യ ചർമ്മത്തിലൂടെ റൈസിൻ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്നതുകൊണ്ട് തന്നെ ഈ പ്ലാൻ പരാജയപ്പെടാൻ വിധിക്കപ്പെട്ടതായിരുന്നു. 2003 ഒരു അപ്പാർട്ട്മെന്റിൽ നടത്തിയ റെയ്ഡിൽ റഷ്യൻ എംബസി ആക്രമിക്കാൻ നോക്കിയ ചെച്ചൻ വിമതരുടെ പ്ലാൻ പരാജയപ്പെടുത്തി അവരിൽ നിന്ന് 22 ആവണിക്കൻ കുരുക്കളും വിഷം വേർതിരിച്ചെടുക്കുന്നതിനുള്ള റെസിപ്പികളും കണ്ടെത്തി. എന്നാൽ ആധുനിക കാലത്തെ യഥാർത്ഥ റൈസിൻ ഭീതി തുടങ്ങിയത് US പോസ്റ്റൽ സിസ്റ്റത്തിലായിരുന്നു. 2001 ഭയപ്പെടുത്തുന്ന ആന്ത്രാക്സ് കത്തുകളെ തുടർന്ന് US സർക്കാർ തങ്ങളുടെ മെയിൻ സ്ക്രീനിംഗ് സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിനായി വലിയ തുക ചെലവഴിച്ചിരുന്നു. ഒക്ടോബറിൽ സൗത്ത് കരോലിന പോസ്റ്റ് ഓഫീസിൽ വെച്ച് ഒരു കത്ത് പിടിച്ചെടുത്തപ്പോൾ ആ നിക്ഷേപം ഫലം കണ്ടു. കവറിനുള്ളിൽ റൈസിൻ പൊടി അടങ്ങിയ ഒരു ചെറിയ മെറ്റൽ കുപ്പിയും ഫോളൻ ഏഞ്ചൽ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരു തീവ്രവാദി ടൈപ്പ് ചെയ്ത കത്തുമാണ് ഉണ്ടായിരുന്നത്. സർക്കാർ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രാദേശിക ജലവിതരണത്തിൽ വിഷം കലർത്തുമെന്നും വാഷിംഗ്ടൺ DC ഒരു ഗോസ്റ്റ് ടൗൺ ആക്കി മാറ്റുമെന്നും ആ തീവ്രവാദി ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്തായിരുന്നു ആ ഭയപ്പെടുത്തുന്ന ആവശ്യങ്ങൾ? ദീർഘദൂര ഡ്രൈവർമാർക്ക് ഉറങ്ങേണ്ട സമയം 2 മണിക്കൂർ കൂടി കൂട്ടിയതിനെ ചൊല്ലിയുള്ള അന്തർ സംസ്ഥാന ട്രക്കിംഗ് നിയമങ്ങളിലെ ഒരു ചെറിയ മാറ്റത്തിന് ഫോളൻ ഏഞ്ചലിന് കടുത്ത ദേഷ്യമുണ്ടായിരുന്നു. അതെ, US ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാന റൈസിൻ ലെറ്റർ ആക്രമണം നടന്നത് ട്രക്ക് ഡ്രൈവർമാരുടെ ഉറക്കത്തിന്റെ ഷെഡ്യൂളുകൾ മൂലമായിരുന്നു. വൈറ്റ് ഹൗസ് മെയിൽ റൂമിലും സെനറ്റ് മെജോറിറ്റി ലീഡർ ബിൽ ഫ്രിസ്റ്റിന്റെ മെയിൽ റൂമിലും ഫോളൻ ഏഞ്ചലിന്റെ കൂടുതൽ കത്തുകൾ കണ്ടെത്തി. ഇത് US സെനറ്റ് അടച്ചിടാൻ കാരണമായി. അവസാനം ഈ കത്തുകൾ ആരെയും ഉപദ്രവിച്ചില്ല. ട്രക്കിംഗ് നിയമങ്ങൾ ഒരിക്കലും റദ്ദാക്കിയതുമില്ല. ആ ഫോളൻ ഏഞ്ചൽ അങ്ങനെ അപ്രത്യക്ഷനാവുകയും ചെയ്തു. ഇതൊരു സാധാരണക്കാരന്റെ വിഷയമായതുകൊണ്ട് ചരിത്രപരമായി നോക്കുമ്പോൾ ഏകാന്തരായ ആളുകളെയും ഇന്റർനെറ്റിലെ വിചിത്ര സ്വഭാവക്കാരെയും പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെയുമാണ് റൈസിൻ എപ്പോഴും ആകർഷിച്ചിട്ടുള്ളത്. 2013 വിചിത്രമായ വസന്തകാലത്തേക്കാൾ നന്നായി ഇത് വ്യക്തമാക്കുന്ന മറ്റൊന്നില്ല. ഏപ്രിൽ 15 റൈസിൻ അടങ്ങിയ ഒരു കത്ത് റിപ്പബ്ലിക്കൻ സെനറ്റർ റോജർ വിക്കറിന് അയച്ചു. ഉടൻ തന്നെ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് അയച്ച ഏതാണ്ട് സമാനമായ മറ്റൊരു കത്തിലും വിഷമുണ്ടെന്ന് കണ്ടെത്തി. അതിനുശേഷം ന്യൂയോർക്ക് സിറ്റി മേയർ മൈക്കിൾ ബ്ലൂംബെർഗിനും ഒരെണ്ണം അയച്ചിരുന്നു. ഇത് ബോസ്റ്റൺ മാരത്തൺ ബോംബിംഗ് നടന്ന അതേ സമയത്തായതുകൊണ്ട് രാജ്യം ഒട്ടാകെ വലിയൊരു ഭീതിയുണ്ടായിരുന്നു. ഈ കത്തുകളിലെല്ലാം വിചിത്രമായ ഒരു ഒപ്പാണ് ഉണ്ടായിരുന്നത്. I am Casey, I approve this message. FBI പെട്ടെന്ന് തന്നെ ഈ ഒപ്പ് മിസിസിപ്പിയിലെ എൽവിസ് ആൾമാറാട്ടക്കാരനായ പോൾ കെവിൻ കർട്ടിസ് എന്നയാളുടേതാണെന്ന് കണ്ടെത്തുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിരുന്നാലും കർട്ടിസ് തികച്ചും നിരപരാധിയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ മനസ്സിലാക്കി. യഥാർത്ഥ പ്രതി പ്രാദേശിക കരാട്ടെ മാസ്റ്ററായ ജെയിംസ് എവറസ്റ്റ് ഡച്കെ ആയിരുന്നു. കർട്ടിസുമായൊരു തർക്കത്തിൽ അയാൾക്ക്
കർട്ടേഴ്സിനോട് വലിയ ശത്രുതയുണ്ടായിരുന്നു. ഒരു കോഫി ഗ്രൈൻഡർ ഉപയോഗിച്ച് ഡസ്കെയാണ് വിഷമുണ്ടാക്കിയത്. തന്റെ ശത്രുവിനെ കുടുക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ അമേരിക്കൻ പ്രസിഡന്റിന് കത്തുകൾ അയച്ചത്. അയാൾക്ക് ഫെഡറൽ ജയിലിൽ 25 വർഷം തടവ് ലഭിച്ചു. വിശ്വസിക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യം എന്തെന്നാൽ കൃത്യം അതേ മാസത്തിൽ തന്നെ റൈസിൻ കലർന്ന മറ്റൊരു ബാച്ച് കത്തുകൾ കൂടി പ്രസിഡന്റ് ഒബാമയ്ക്ക് ലഭിച്ചു. ഈ കത്തുകൾ അയച്ച ദി വാക്കിംഗ് ഡെഡ്, ദി വാമ്പയർ ഡയറീസ് തുടങ്ങിയവയിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഷാനൻ റിച്ചാർഡ്സൺ എന്ന നടിയെയാണ് കണ്ടെത്തിയത്. ഡസ്കയെ പോലെ അവർക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തന്നിൽ നിന്നും അകന്നു കഴിയുന്ന ഭർത്താവിനെ കുടുക്കുവാനുള്ള തീർത്തും നിയമവിരുദ്ധമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് അവൾ അത് ചെയ്തത്. അവൾക്ക് പിന്നീട് 18 വർഷത്തെ തടവും $3,67,000 പിഴയും ശിക്ഷയെ ലഭിച്ചു. അടുത്ത കാലത്തായി നോക്കിയാലും ഇത്തരം പ്ലാനുകൾ ലോകമെമ്പാടും തകർക്കപ്പെട്ടിട്ടുണ്ട്. പെന്റഗണിനെ ലക്ഷ്യമാക്കിയുള്ള 2018 ശ്രമം, 2018 2023 ജർമ്മനിയിൽ തകർത്ത ഗൂഢാലോചനകൾ, പ്രാഗിൽ ചെക്ക് രാഷ്ട്രീയക്കാരെ ലക്ഷ്യമിട്ട് 2020 റഷ്യൻ കൊലപാതക ഭീഷണി, കൂടാതെ 2025 ഇന്ത്യയിലെ ഗുജറാത്തിൽ തകർത്ത ഒരു തീവ്രവാദ ഗൂഢാലോചന എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. കൊലയാളികളുടെ ഒരു ആയുധമായും അമച്വർ തീവ്രവാദികളുടെ ഇടയിലും റൈസിനുള്ള പേര് തീർച്ചയായും ഇരുണ്ടതാണെങ്കിലും ഈ വിഷത്തിന്റെ ശക്തി ഇല്ലാതാക്കാനും അതിനെ വിശ്വസിക്കാൻ കഴിയാത്ത കഴിവ് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുവാനും ശാസ്ത്രലോകം ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. സൈനികർക്കും അതുപോലെ എമർജൻസി ഫസ്റ്റ് റെസ്പോണ്ടർമാർക്കും റൈസിൻ ഉണ്ടാക്കുന്ന വലിയ ഭീഷണി കാരണം ഇതിനൊരു വാക്സിൻ വികസിപ്പിക്കുന്നതിൽ ബയോ ഡിഫൻസ് ഗവേഷകർ വലിയൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. സോളിജെനിക്സ് എന്നൊരു ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് നിലവിൽ റീവാക്സ് എന്ന വാക്സിനുമായി ഇതിന് നേതൃത്വം നൽകുന്നത്. വളരെ മികച്ച ഒരു ശാസ്ത്രീയ രീതിയാണ് ഈ വാക്സിനിൽ ഉപയോഗിക്കുന്നത്. നിർജ്ജീവമാക്കിയതും മോഡിഫൈ ചെയ്തതുമായ റൈസിൻ എ ചെയിൻ ഗവേഷകർ രോഗിയിൽ കുത്തിവെക്കുന്നു. ഈ പ്രോട്ടീനിലെ വിഷാംശം മാറ്റാനായി ഇതിനെ ജനിതകമായി മാറ്റം വരുത്തിയിട്ടുള്ളതുകൊണ്ട് ഇതിന് റൈബോസോമുകളെ നശിപ്പിക്കാൻ കഴിയില്ല. എങ്കിലും മനുഷ്യന്റെ പ്രതിരോധ സംവിധാനത്തെ ഈ പ്രോട്ടീനെ തിരിച്ചറിയാനും അതിനെ നിർവീര്യമാക്കുന്ന ആന്റിബോഡികൾ ഉണ്ടാക്കാനും ഇത് സുരക്ഷിതമായി പരിശീലിപ്പിക്കുന്നു. ശരിക്കും ഒരു റൈസിൻ ആക്രമണം ഉണ്ടായാൽ ഈ ആന്റിബോഡികൾ ആ റൈസിൻ തന്മാത്രകളെ കോശങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നതിന് മുമ്പ് തന്നെ രക്തത്തിൽ വെച്ച് തടയുന്നു. ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ റിവാക്സ് മനുഷ്യർക്ക് സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് തെളിയിക്കുകയും യുഎസിൽ ഓർഫൻ ഡ്രഗ് സ്റ്റാറ്റസ് നേടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പ്രകൃതിയുടെ ഈ പെർഫെക്റ്റ് വിഷത്തെ എങ്ങനെ ക്യാൻസറിനുള്ള മരുന്നാക്കി മാറ്റാമെന്ന് മെഡിക്കൽ സയൻസ് ഇപ്പോൾ പഠിക്കുന്നുണ്ട്. റൈസിൻ എ ചെയിനിന്റെ വലിയ വിനാശകരമായ ആ കഴിവിനെ ഉപയോഗപ്പെടുത്തി ശാസ്ത്രജ്ഞർ ഇമ്മ്യൂണോടോക്സിനുകൾ നിർമ്മിക്കുകയാണ്. മാരകമായ റൈസിൻ എ ചെയിൻ എടുത്ത് അതിനെ സാധാരണയുള്ള അതിന്റെ ബി ചെയിനുമായി ബന്ധിപ്പിക്കുന്നതിന് പകരം ലാബിൽ ഉണ്ടാക്കിയ മോണോക്ലോണൽ ആന്റിബോഡികളുമായി കെമിക്കലി ബന്ധിപ്പിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഈ മോണോക്ലോണൽ ആന്റിബോഡികൾ പ്രത്യേക ട്യൂമർ കോശങ്ങളെ മാത്രം കണ്ടെത്തി അവയുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ കോശം ഈ പ്രോട്ടീനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അപ്പോൾ റൈസിൻ എ ചെയിൻ അതിന് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന കാര്യം ചെയ്യും. അത് കോശത്തിന്റെ പ്രോട്ടീൻ ഫാക്ടറിയെ അടച്ചുപൂട്ടുകയും ആരോഗ്യമുള്ള മറ്റു കോശങ്ങൾക്ക് യാതൊരു കുഴപ്പവും വരുത്താതെ ആ ക്യാൻസറിനെ മാത്രം ഉള്ളിൽ നിന്ന് തന്നെ നശിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ പ്രകൃതി ലോകത്തിന്റെ രണ്ട് മുഖങ്ങളെ കുറിച്ച് കാണിച്ചു തരുന്ന മികച്ച ഒരു ഉദാഹരണമാണ് റൈസിന്റെ കഥ. ദക്ഷിണാഫ്രിക്കയിലെ ഒരു ഗുഹയിലെ മണ്ണിൽ മരത്തിന്റെ അമ്പുകൾ വിഷത്തിൽ മുക്കിയ പ്രാചീന വേട്ടക്കാരിൽ തുടങ്ങി ലണ്ടൻ തെരുവുകളിലെ ശീതയുദ്ധകാലത്തെ വലിയ ചാരപ്രവർത്തനങ്ങൾ വരെ നീളുന്ന ഒരു കഥയാണിത്. മനുഷ്യജീവിതവുമായി വളരെ വിചിത്രമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുവാണിത്. ഒരേ ചെടിയിൽ നിന്ന് തന്നെ ദശലക്ഷക്കണക്കിന് വീടുകളിൽ ഇത് ആശ്വാസം നൽകുന്നു. മുറിവണക്കുന്ന എണ്ണയും കിട്ടുന്നു. ഒപ്പം മനുഷ്യന്റെ ജീവന്റെ പ്രവർത്തനങ്ങളെ നിലയ്ക്കാൻ കഴിയുന്ന, കണ്ണിൽ കാണാത്ത, കണ്ടുപിടിക്കാൻ കഴിയാത്ത വിഷവും ലഭിക്കുന്നു. ടെലിവിഷൻ എഴുത്തുകാർ, അഗത ക്രിസ്റ്റി നോവലുകൾ, KGB ഏജന്റുമാർ എന്നിവരെയെല്ലാം ഒരുപോലെ ആകർഷിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഭയപ്പെടുത്തുന്ന ഭീഷണികൾ എപ്പോഴും ഒരു ബോംബിന്റെ കവറിലോ മിസൈൽ ലോഞ്ചറിലോ ആയിരിക്കില്ല വരുന്നത് എന്ന വസ്തുതയുടെ തെളിവാണ് റൈസിൻ. ചിലപ്പോൾ ഏറ്റവും വലിയ ആയുധം നല്ല വെയിലുള്ള ഒരു പൂന്തോട്ടത്തിൽ നിശബ്ദമായി വളരുന്ന, പുറത്തു വരാൻ കാത്തിരിക്കുന്ന മനോഹരമായ പുള്ളികളുള്ള ഒരു വിത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒന്നാകാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.